നമസ്കാരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട 3 വാർത്തകളാണ് ഇന്നലെ വൈകുന്നേരം മുതൽ പുറത്തേക്ക് വരുന്നത്. ആദ്യത്തെ വാർത്ത, മമതാ ബാനർജി എന്ന ബംഗാൾ മുഖ്യമന്ത്രി ED റെയ്ഡ് നടക്കുന്നിടത്തേക്ക് ഇടിച്ചു കയറി അവിടുത്തെ ഫയലുകൾ മോഷ്ടിച്ചെടുത്തു എന്നതാണ്. പ്രശാന്ത് കിഷോർ ആരംഭിച്ച, ഇപ്പോൾ പ്രതീക് ജെയിൻ നടത്തുന്ന ഐപാക് എന്ന ഒരു PR ഏജൻസിയുണ്ട്. ആ ഏജൻസി തെരഞ്ഞെടുപ്പ് സമയത്ത് പഠനങ്ങൾ നടത്തുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ളവ ചെയ്യുകയും ചെയ്യുന്ന സംവിധാനമാണ്. ബംഗാളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മമതയുടെ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ഐപാക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐപാക്കിൻ്റെ ഓഫീസിലും പ്രതീക് ജെയിനിൻ്റെ വീട്ടിലുമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡിനെത്തിയത്. കൽക്കരി കുംഭകോണവും അതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കലും അന്വേഷിക്കുന്ന ED ഇതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം പ്രതീക് ജെയിനിൻ്റെ സ്ഥാപനത്തിലൂടെ വെളുപ്പിച്ചെടുത്തു എന്നാരോപിച്ചാണ് പരിശോധനയ്ക്കെത്തിയത്. ഡൽഹി അടക്കം 8ഓളം ഇടങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ED നടത്തിയ റെയ്ഡിൻ്റെ ഭാഗമായിരുന്നു. റെയ്ഡിന് വേണ്ടി പ്രതീക് ജെയിനിൻ്റെ വീട്ടിൽ ED എത്തിയ ഉടനടി കൽക്കട്ട പോലീസ് കമ്മീഷണർ സ്ഥലത്തെത്തുന്നു. മിനിറ്റുകൾക്കുള്ളിൽ മമതാ ബാനർജി പാഞ്ഞെത്തുകയാണ്. പോലീസ് സഹായത്തോടുകൂടി EDയെ മറികടന്ന് മമത വീടിനകത്ത് കയറുകയും ഫയലുകളും മെമ്മറി കാർഡും മൊബൈൽ ഫോണുമൊക്കെ എടുത്തുകൊണ്ട് പോരുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരെയുള്ള ഐപാക്കിൻ്റെ ഓഫീസിലെത്തി ഇതേ പണി തന്നെ മമത ചെയ്തു. മമതയുടെ സ്ഥാനാർത്ഥികളടക്കം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മോഷ്ടിക്കാനാണ് EDയുടെ പേരിൽ BJP ശ്രമിച്ചത് എന്നാണ് മമത പറയുന്നത്. എന്നാൽ അന്വേഷണത്തിലുള്ള തെളിവ് നശിപ്പിച്ചു, അന്വേഷണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ED കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പോയി പണി നോക്കൂ എന്നാണ് മമതയുടെ നിലപാട്. രണ്ടാമത്തെ വാർത്ത, കേരളത്തിൻ്റെ ED ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന, സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിച്ചിരുന്ന P. ശിവശങ്കരനെ അറസ്റ്റ് ചെയ്തിരുന്ന P. രാധാകൃഷ്ണൻ എന്ന ഡെപ്യൂട്ടി ഡയറക്ടറെ ജോലിയിൽ നിന്നും ED പിരിച്ചുവിട്ടു എന്നതാണ്. പ്രതികളെ സഹായിക്കാൻ ശ്രമിച്ചു, അഴിമതി നടത്തി തുടങ്ങിയ ആരോപണങ്ങളെ തുടർന്നാണ് രാധാകൃഷ്ണനെ പിരിച്ചുവിട്ടതെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ കാണിക്കുന്നു. ഉടനടി സഖാക്കൾ ചാടിയിറങ്ങി ശിവശങ്കരനെ വെറുതെ കള്ളക്കേസിൽ കുടുക്കി അഴിമതിക്കാരൻ എന്ന് അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുന്നവർ മറന്നുപോകുന്നത്, പിണറായി വിജയനെതിരെ കള്ളക്കേസെടുത്തതിൻ്റെ പേരിൽ EDയുടെ ഉദ്യോഗസ്ഥനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടെങ്കിൽ EDയെ നിങ്ങൾക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? കേന്ദ്രവും പിണറായിയും തമ്മിലുള്ള ബന്ധമെന്ന് ആരോപിക്കുന്നവരോട് നിങ്ങൾ എന്തു മറുപടി പറയും എന്നതാണ്. വാസ്തവത്തിൽ ഇതൊരു ക്യാപ്സ്യൂളാണ്. P. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പിണറായിയെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നിന്നും ഒരു പോറലും ഏൽപ്പിക്കാതെ രക്ഷിച്ചു എന്ന ആരോപണമുണ്ടാവാതിരിക്കാൻ രാധാകൃഷ്ണനെതിരെ ആദ്യം തന്നെ സഖാക്കൾ രംഗത്തിറങ്ങിയതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ വാർത്ത, നമ്മുടെ നിലമ്പൂർ സുൽത്താൻ അമ്പൂക്കയുമായി ബന്ധപ്പെട്ടാണ്. അമ്പൂക്കയുടെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം ED തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി 2 മാസം മുമ്പ് ഒരു ദിവസം മുഴുവൻ ED അമ്പൂക്കയെ ചോദ്യം ചെയ്തിരുന്നു. അത് ഇന്നലെയും ആവർത്തിച്ചു. പലതവണ ED നോട്ടീസ് അയച്ചിട്ടും അങ്ങോട്ട് പോവാതിരുന്ന അമ്പൂക്കയുടെ വീട്ടിലും ഓഫീസിലുമൊക്കെ റെയ്ഡ് ഉണ്ടാവും എന്ന് കണക്കാക്കപ്പെട്ട സമയത്ത് ഇന്നലെ അൻവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ചെല്ലുകയായിരുന്നു. നീണ്ട 11 മണിക്കൂറാണ് അൻവറെ ചോദ്യം ചെയ്തത്. ഒടുവിൽ രാത്രി 10ഓടെ വിട്ടയച്ചു. ഇതിനിടയിൽ ദേശാഭിമാനിയും ന്യൂസ് മലയാളം എന്ന TV ചാനലും അൻവറെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് തടവിലാക്കി എന്ന വാർത്ത പുറത്തുവിട്ടു. അൻവർ ഇതിന് ന്യായീകരണവുമായി രംഗത്ത് വരുന്നുണ്ട്. താൻ നിരപരാധിയാണെന്നും കുറച്ചു പണം കടമെടുത്ത് അതിൽ മഹാഭൂരിപക്ഷവും അടച്ചു, ബാക്കി അടവ് മുടങ്ങിയതിനാണ് തനിക്കെതിരെ കേസ് എന്നാണ് അൻവറുടെ വാദം. മുദ്ര ശ്രദ്ധിക്കേണ്ടത്, അൻവറിന് EDയോടോ കേന്ദ്ര സർക്കാരിനോടോ പരാതിയില്ല എന്നതാണ്. ED കേസെടുത്തതിൻ്റെ പേരിൽ അൻവർ പരാതിപ്പെടുന്നത് പിണറായിക്കെതിരെയാണ്. പിണറായി വിജയൻ തനിക്കെതിരെ കള്ളക്കേസ് എടുത്തതിൻ്റെ തുടർച്ചയായി ED എത്തി എന്നാണ് അൻവറുടെ ആരോപണം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേരളത്തിലെ വിജിലൻസ് ഞാൻ തട്ടിപ്പിന് വേണ്ടിയിട്ട് ലോൺ എടുത്തു എന്ന രീതിയിൽ ഒരു 420 ചീറ്റിംഗ് കേസ് ഇട്ടുകൊണ്ടൊരു കേസെടുക്കുകയുണ്ടായി. ആ കേസിനെ ബലത്തിൽ ഈ FIRനെ ചൂണ്ടിക്കാണിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ പരാതി കിട്ടിയാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷിക്കേണ്ടി വരും. ആ അന്വേഷണം സ്വാഭാവികമായും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇങ്ങനെ അന്വേഷിക്കാനുള്ള ഒരു കേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളക്കേസ് എടുത്തത് കേരളത്തിലെ വിജിലൻസാണ്. അതിൻ്റെ രാഷ്ട്രീയം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇത് പറയുമ്പോൾ അൻവർ മറന്നു പോകുന്നത് ഏറ്റവും സുപ്രധാനമായ ED ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.
2016 അൻവർ മത്സരിക്കുമ്പോൾ അൻവറിന്റെ സ്വത്തായി കണക്കാക്കിയിരുന്ന 14.3 കോടിയാണ്. 2021 5 വർഷം കഴിഞ്ഞ് മത്സരിക്കുമ്പോൾ അത് 64.14 കോടിയായി. അതേസമയം ഈ കാലയളവിൽ അൻവർ പലപ്പോഴും പണമില്ലാത്തതുകൊണ്ട് നികുതി അടയ്ക്കാൻ ബാധ്യതയില്ല എന്ന തരത്തിലാണ് നികുതി റിട്ടേൺ കൊടുത്തത്. ഈ 3 ഇരട്ടി സാമ്പത്തിക വർധന എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് അൻവർ ഉത്തരം പറയണം. മാത്രമല്ല 14.3 കോടി ആസ്തി മാത്രമുള്ള അൻവർ എങ്ങനെയാണ് 22.3 കോടി വായ്പയെടുത്തത് എന്നതും പ്രസക്തമായ ചോദ്യമാണ്. മാത്രമല്ല അൻവറിന്റെ വായ്പ കള്ള ബിനാമി പേരുകളിലായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. KFC എന്ന സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനത്തിൽ നിന്നും അൻവർ പിണറായിയുമായുള്ള ബന്ധത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് പല പേരുകളിൽ 22.3 കോടി വായ്പ എടുക്കുന്നു. മലങ്കുളം കൺസ്ട്രക്ഷൻസിൻ്റെ പേരിൽ 7.5 കോടിയും PV ഡെവലപ്പേഴ്സിൻ്റെ പേരിൽ 3.5 കോടിയും 1.56 കോടിയും എടുക്കുകയാണ്. ഇതെല്ലാം അൻവറിൻ്റെ സ്ഥാപനങ്ങളാണെന്നും പലരെയും ബിനാമിയാക്കിയാണ് നടത്തിയിരുന്നത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം അൻവറിന്റെ വീട്ടിലും ഓഫീസിലും റെയ്ഡ് നടന്നപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറക്കിയ പ്രസ് റിലീസിൽ ഈ 22.3 കോടിയുടെ കണക്ക് പറയുന്നുണ്ട്. ഡ്യൂറിംഗ് ദ സെർച്ചസ് PV Anwar admitted to being the real beneficial owner of Mrs. Malangulam Constructions despite the company being held in the names of his nephews and driver. ഡ്രൈവറുടെയും നെഫ്യൂവിൻ്റെയും പേരിൽ കമ്പനി തുടങ്ങിയിട്ട് സ്വന്തമായി നടത്തുന്നു, ബിനാമി ഇടപാട് നടത്തുന്നു എന്ന് അൻവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. തെളിവുമാണ്. ഹി കൺഫേംഡ് ദാറ്റ് ലോൺ എമൗണ്ട് വെയർ യൂസ്ഡ് ഫോർ ദി ലാർജ് ടൗൺഷിപ്പ് പ്രോജക്ട് PVR Metro Village. Statement of his associates revealed that documents were routinely signed at his instruction. Funds were diverted to associated entities and certain cash collections were handed outside regular accounting channels. It is also found that certain buildings were constructed in PVR Metro Village by Messrs. Malangulam Constructions Private Limited without proper approval from local regulatory body, and the proceeds of crime have been infused in said construction. എന്ന് പറഞ്ഞ് ഏത് തരത്തിലാണ് ബിനാമി കള്ളപ്പണ ഇടപാടുകൾ നടത്തിയതെന്ന് ED തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് EDയെ പ്രകോപിപ്പിക്കാതെ അൻവർ പിണറായിയെ മാത്രം കുറ്റപ്പെടുത്തി മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. അൻവർ മനസ്സിലാക്കേണ്ടത് ഈ കള്ളത്തരമൊന്നും ഇനി വിലപ്പോവില്ലെന്നാണ്. അൻവർ അഴിമതിക്കാരനും ധാർഷ്ട്യക്കാരനും ജനവിരുദ്ധനും വർഗീയവാദിയുമൊക്കെയാണ്. അൻവറിന്റെ കള്ളപ്പണ ഇടപാടുകൾക്കും അഴിമതിക്കും തട്ടിപ്പിനും വർഗീയതയ്ക്കും ഒരുപാട് കൊടിപിടിക്കുകയും കൂട്ടുനിൽക്കുകയും ചെയ്തയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷെ എല്ലാത്തിൻ്റെയും പരിധി വിട്ടപ്പോൾ അൻവറെ തള്ളിക്കളയേണ്ടി വന്നു. അതുകൊണ്ടാണ് പുതിയ ലാവണം തേടി അൻവർ UDFിലേക്ക് എത്തിയത്. UDFിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഭയപ്പെടുത്തി കൂടെ കൂട്ടാനായിരുന്നു അൻവറിന്റെ ആദ്യ ശ്രമം. പക്ഷെ VD സതീശൻ അതിന് വഴങ്ങിയില്ല. ഒടുവിൽ എല്ലാ ഡിമാൻഡുകളും ഉപേക്ഷിച്ച് എന്തെങ്കിലും തരണം തന്നെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അൻവർ UDF ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. 3 സീറ്റ് ചോദിക്കുന്ന അൻവറിനെ ഉറപ്പായും UDF തോൽക്കുന്ന ബേപ്പൂർ മാത്രം നൽകാം എന്നാണ് UDF പറഞ്ഞിരിക്കുന്നത്. ബേപ്പൂരിൽ താൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കൃത്രിമ ഇമേജ് വഴി ജയിച്ചു കയറാം എന്ന ആത്മവിശ്വാസം അൻവറിനുണ്ട്. പക്ഷേ മത്സരത്തിന് മുൻപ് ED തൂക്കിയെടുത്തുകൊണ്ടുപോയി ജയിലിൽ അടയ്ക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു എന്ന് അൻവർക്ക് നന്നായി അറിയാം എന്നതുകൊണ്ടാണ് അൻവർ ഇപ്പോഴും പിണറായിയെ മാത്രം കുറ്റം പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുന്നത്.